എല്ലാവർക്കും നമസ്കാരം. ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച കെ.പി. രാമൻ എഴുതിയ ഒരു വിശ്വാസിയുടെ മതേതര ചിന്തകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. ചിന്ത പബ്ലിഷേഴ്സിൻ്റെ സുവർണ ജൂബിലി വർഷത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുസ്തകങ്ങളിലൊന്നാണ് ഇത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രൊഫസർ എ.ജി. ഒലീനയാണ്. നമുക്കേവർക്കും പ്രിയങ്കരായ ഒലീന ടീച്ചറെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് നമുക്കേറെ പ്രിയങ്കരനായ പ്രഭാവർമ്മയാണ്. മലയാള കവിതാരംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒട്ടനേകം ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ആദരവോടുകൂടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് പ്രൊഫസർ വി. എൻ. മുരളി സാറാണ്. എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കേറെ പരിചിതനായ വ്യക്തിയാണ് മുരളി സാർ. അദ്ദേഹത്തെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന കെ.പി. രാമനുണ്ണി, ചിന്തയുടെ പ്രവർത്തകർ, അതുപോലെ സുഹൃത്തുക്കൾ, എഴുത്തുകാർ എന്നിവരെല്ലാം തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനായി ഒലീന ടീച്ചറെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശ്രീ കെ.പി. രാമനുണ്ണിയുടെ ഒരു വിശ്വാസിയുടെ മതേതര ചിന്തകൾ എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇത് 14 മുഖാമുഖങ്ങളുടെ ഒരു കളക്റ്റീവ് എന്ന നിലയിലാണ് ഈ പുസ്തകം രൂപപ്പെട്ടിട്ടുള്ളത്. 14 അഭിമുഖങ്ങൾ നമ്മുടെ സാമ്പ്രദായിക അഭിമുഖങ്ങൾക്കപ്പുറത്തേക്ക് കാതലായ ചോദ്യങ്ങൾ ഒരു എഴുത്തുകാരനോട് ഉന്നയിക്കുകയും അദ്ദേഹത്തിൻ്റെ നാളിതുവരെയുള്ള എഴുത്ത് വഴിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ എന്ന നിലയിൽ, ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്ന നിലയിൽ കൃത്യമായ ഒരു എഴുത്തുകാരൻ്റെ നിലപാട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന 14 അഭിമുഖങ്ങൾ. ഒരുപക്ഷെ ലോക സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ സാഹിത്യത്തിൽ എഴുത്തുകാർക്കൊപ്പം നടന്നുകൊണ്ട് അഭിമുഖക്കാർ സഞ്ചരിക്കുകയും അവർ തയ്യാറാക്കുന്ന ഏതാണ്ട് ജീവചരിത്ര വിമർശനം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ നമുക്ക് ലോകസാഹിത്യത്തിൽ ധാരാളമായി ഉണ്ടായിരിക്കെ അതിന് മറുപുറം പാപ്പരാസി എഴുത്ത് എന്ന് കളിയാക്കുന്ന ഒരെഴുത്തും മറുപുറം എന്ന നിലയിൽ നിലവിലിരിക്കെ ഈ അഭിമുഖങ്ങൾ ഓരോന്നും സർഗപ്രതിഭ എന്ന നിലയിൽ, സർഗസാഹിത്യകാരൻ എന്ന നിലയിൽ, ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ, കൃത്യമായ സാംസ്കാരിക രംഗത്തെ കൃത്യമായ സന്ദർഭങ്ങളിൽ ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ കെ.പി. രാമനുണ്ണി എന്ന എഴുത്തുകാരൻ രൂപപ്പെട്ട് വികസിച്ച് സദാ നമ്മളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനെ രേഖപ്പെടുത്തുന്ന 14 അഭിമുഖങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. കൃത്യമായും മതത്തെ മുൻനിർത്തിയുള്ള ചിന്ത, എങ്ങനെയാണ് മതനിരപേക്ഷതയെക്കുറിച്ചൊരു വിശ്വാസി ചിന്തിക്കേണ്ടത്, ബോധ്യപ്പെടേണ്ടത് എന്ന തരത്തിലുള്ള അഭിമുഖങ്ങൾ, മാതൃഭാഷ സമരസന്ദർഭത്തിൽ നിരാഹാരം കിടന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ മാതൃഭാഷയുടെ സമകാല പ്രസക്തി എന്നതിനപ്പുറത്തേക്ക്, ഒരു പഠന മാധ്യമം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് സാമൂഹ്യനീതി, ഒരു സമൂഹത്തിൻ്റെ സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിൽ എങ്ങനെയാണ് മാതൃഭാഷ ഇടപെടേണ്ടത്, മാതൃഭാഷയുടെ റോള്, സ്ഥാനം എന്തെന്ന് നിജപ്പെടുത്തുന്ന 3 അഭിമുഖങ്ങൾ. അങ്ങനെ ഈ 14 അഭിമുഖങ്ങളിലൂടെ ആരാണ് മലയാളിക്ക് കെ.പി. രാമനുണ്ണി, ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത ഈ എഴുത്തുകാരൻ്റെ ഈ സർഗജീവിതത്തിലേക്ക് ഒരു കവാടമായി ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. യുക്തിവാദത്തിൻ്റെ യാന്ത്രിക വീക്ഷണങ്ങൾക്ക് അപ്പുറത്തേക്ക് മതചിന്ത ഉണ്ടാകേണ്ടത് എങ്ങനെ എന്നും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് സമകാല പ്രസക്തി എന്ത് എന്നും ആദ്യത്തെ 3 അഭിമുഖങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അജയപുരം ജ്യോതിഷ് കുമാർ, സാബു കോട്ടുക്കൽ തുടങ്ങിയ ജയൻ മഠത്തിൽ അടക്കമുള്ള ഏറ്റവും പ്രമുഖരായ പത്രപ്രവർത്തകർ, എഴുത്തുകാർ, കലാകാരന്മാരൊക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘത്തിൻ്റെ അഭിമുഖങ്ങളാണ്. അവസാന ഇതിലെ പ്രധാനപ്പെട്ട ഒരു അഭിമുഖം, അതിനകത്ത് അനിൽ വള്ളത്തോൾ അടക്കം, അശ്വനിയും അനിൽ വള്ളത്തോളും അടങ്ങുന്ന, കെ.പി. രാമനുണ്ണി അടങ്ങുന്ന 3 ആൾ നടത്തുന്ന ഒരു ചർച്ച. ഒരുപക്ഷെ രാഷ്ട്രീയം പോലും അരാഷ്ട്രീയമാക്കപ്പെടുന്ന നമ്മുടെ സന്ധ്യകാല ചർച്ചകളിൽ ഇപ്പോൾ നമ്മൾ കാണേണ്ട ഒരു മുഖാമുഖമാണ്. അച്ചടിയിലാണ് ഈ മുഖാമുഖം നിൽക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് മുഖാമുഖങ്ങളിൽ
അരാഷ്ട്രീയത കാണുന്നത് എന്ന് കടന്നു വരുന്നത് എന്ന് നല്ല സൂക്ഷ്മബോധ്യമുള്ള മലയാളിയുടെ കാഴ്ചയുടെ രാഷ്ട്രീയത്തിന് ഒരു വെളിച്ചമായി വാസ്തവത്തിൽ ആ അഭിമുഖത്തെ കാണേണ്ടതുണ്ട്. അങ്ങനെ 14 മുഖാമുഖങ്ങളിൽ നമ്മൾ തെളിഞ്ഞു വരുന്ന എന്തിനെഴുത്ത് എന്ന്, ഞാൻ എന്തിനു വേണ്ടി എഴുതുന്നു എന്ന ചോദ്യം, ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള സർഗപ്രതിഭയുടെ ചോദ്യം, അങ്ങനെയുള്ള നിരവധിയായ സർഗപരമായ ചോദ്യങ്ങൾക്ക് സാഹിതീയതയെ സംബന്ധിച്ച, സർഗാത്മകതയെ സംബന്ധിച്ച ഒരുപാട് ചോദ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പുസ്തകം ആണ് പ്രകാശനം ചെയ്യപ്പെടുന്നത്. അതിൻ്റെ പ്രകാശന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത ഇന്ത്യൻ കവി, മലയാളിയുടെ ഇന്ത്യൻ കവി ശ്രീ പ്രഭാവർമ്മ ഏറ്റവും ആദരണീയനായ VN മുരളി സാറിന് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഈ വേദിയിൽ ഉണ്ണിമാഷ് KP രാമനുണ്ണി ഈ വേദിയിൽ തന്നെയുണ്ട്. സൂഫി പറഞ്ഞ കഥ മുതൽ അങ്ങ് ഇങ്ങേറ്റത്ത് ഏറ്റവും ഒടുവിൽ കോവിഡ് കാലത്തെ കഥ വരെയുള്ള ഒരു നീണ്ട ശൃംഖലയിൽ KP രാമനുണ്ണി എന്ന എഴുത്തുകാരൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, അതിൻ്റെ തുടർച്ചയും അതേസമയം അതത് സാംസ്കാരിക സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നിലപാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ പറഞ്ഞ ഒരു തുടർച്ച, എഴുത്തിൻ്റെ ഒരു തുടർച്ച നമുക്ക് കിട്ടുന്ന അപൂർവ എഴുത്തുകാരിൽ ഒരാളാണ് KP രാമനുണ്ണി. അത്ര പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല. പലപ്പോഴും ONV ആദ്യം മുതൽ 7 പതിറ്റാണ്ട് എഴുതിക്കൊണ്ടിരുന്ന ONV എന്ന കവി എങ്ങനെയാണ് അത്തരമൊരു തുടർച്ച മലയാള കവിതയിൽ നിർവഹിച്ചത് എന്നുകൂടി നമ്മൾ ഓർക്കുന്നു. ഒരു പൊന്നാനി കളരിക്കാരൻ, എഴുത്തച്ഛൻ മുതൽ ഇങ്ങോട്ട് MT വാസുദേവൻ നായരും C രാധാകൃഷ്ണൻ വരെ നീളുന്ന ഇടശ്ശേരിയും അക്കിത്തവും കുട്ടിഷ്ണമാരാരും ഒക്കെ അടങ്ങുന്ന പൊന്നാനി കളരിയിലെ അഭ്യാസിയായ ഒരു എഴുത്തുകാരൻ്റെ ഈ പുസ്തകം ആണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. പ്രകാശന ചടങ്ങിലേക്ക് പ്രകാശനം ചെയ്യുന്നതിനായിട്ട് ശ്രീ പ്രഭാവർമ്മയെയും VN മുരളി സാറിനെയും ആദരവോടെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട AG ഒലീന, ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ശ്രീ KP രാമനുണ്ണി, ഞങ്ങൾക്കൊക്കെ മാർഗനിർദ്ദേശം നൽകിപ്പോരുന്ന ബഹുമാന്യനായ VN മുരളി സാറ്, ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹൃദയരെ, മതേതര നിലപാടിൽ എന്നും ഉറച്ചു നിന്നിട്ടുള്ള ഒരു സർഗാത്മക സാഹിത്യകാരൻ്റെ ഇടപെടലുകളും സ്ഥൈര്യമാർന്ന അഭിപ്രായത്തിൻ്റെ പ്രകടനങ്ങളുമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇങ്ങനെ വളരെ ധീരമായ നിലപാടുകൾ ഉണ്ടാവുകയും ധീരമായ നിലപാടുകൾ സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ട ആർജവം കാണിക്കുകയും ചെയ്യുന്ന എഴുത്തുകാർ പുതിയ കാലത്ത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാവുന്നുണ്ട് ശ്രീ KP രാമനുണ്ണി. അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിരവധി നോവലുകൾ മലയാള സാഹിത്യത്തിന് സമർപ്പിച്ചിട്ടുള്ള എഴുത്തുകാരനാണ്. സാമൂഹിക രംഗങ്ങളിൽ എഴുത്തുകാരൻ വ്യാപരിച്ചാൽ എഴുത്തുകാരന് ഹൃദയച്ചുരുക്കം വന്നു പോകും എന്ന് ഉള്ള ആശങ്കയോടുകൂടി അദ്ദേഹത്തിന് വേണമെങ്കിൽ തൻ്റെ എഴുത്തിൻ്റെ ദന്തഗോപുരത്തിൽ മാത്രമായി അങ്ങനെ ചുരുങ്ങിക്കൂടാമായിരുന്നു. എന്നാൽ അതല്ല തനിക്ക് കരണീയമായിട്ടുള്ളത്, താൻ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന ബോധ്യത്തോടുകൂടി ഈ സാമൂഹ്യ വ്യവസ്ഥിതിയെ തന്നെ മാറ്റിമറിക്കുന്നതിന് എങ്ങനെ ഇടപെടാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ട് സാർത്ഥകമായി അക്ഷരങ്ങൾ കൊണ്ട് ഇടപെട്ടു പോരുന്നു അദ്ദേഹം. അക്ഷരങ്ങൾ കൊണ്ട് ഇടപെട്ടു പോരുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്ത് തൻ്റെ സമരരംഗത്തെ സാന്നിധ്യം കൊണ്ടടക്കം ഇടപെട്ടു പോരുന്നു അദ്ദേഹം എന്ന് നിങ്ങൾക്കറിയാം. ഇംഗ്ലീഷിൽ ആർട്ടിസ്റ്റ് എന്നൊരു വാക്കുണ്ട്, ആക്ടിവിസ്റ്റ് എന്നൊരു വാക്കുണ്ട്. ഈ രണ്ട് വാക്കുകൾ കൂടി ചേർത്ത് വെച്ച് ആർട്ടിവിസ്റ്റ് എന്നൊരു വാക്ക് ഉണ്ടാക്കേണ്ടതാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തുകൊണ്ടാണ് ആർട്ടിവിസ്റ്റ് എന്നൊരു വാക്കുണ്ടാവണമെന്ന് ഞാൻ പറയുന്നത് ആർട്ടിസ്റ്റിന് ആക്ടിവിസ്റ്റ് ആവാൻ കഴിയും, ആക്ടിവിസ്റ്റിന് ആർട്ടിസ്റ്റ് ആവാനും കഴിയും. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ അത് കേവലം ആർട്ടിസ്റ്റായിട്ടോ ആക്ടിവിസ്റ്റായിട്ടോ പരിമിതപ്പെട്ടു പോകുന്നില്ല, പകരം ഒരു ആർട്ടിവിസ്റ്റായി രൂപപ്പെട്ടു വരുന്നു.
ആ നിലയ്ക്കുള്ളൊരു ആർട്ടിവിസ്റ്റാണ് നമ്മുടെ സാമൂഹിക രംഗത്ത്, സാഹിത്യ രംഗത്ത് ശ്രീ കെ പി രാമനുണ്ണി. ആർട്ട് എന്ന് പറയുന്നതിൽ സത്യത്തിൽ എഴുത്തടക്കമുള്ള കലാരംഗങ്ങളെല്ലാം തന്നെ ഉൾപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ആർട്ടിസ്റ്റ് എന്നും ആക്ടിവിസ്റ്റ് എന്നുമുള്ള വാക്കുകൾ കൂട്ടിച്ചേർക്കണമെന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ എഴുത്ത് അടക്കമുള്ള സാഹിത്യ പ്രവർത്തനം അടക്കമുള്ള സാംസ്കാരിക മണ്ഡലങ്ങളിലെ വ്യാപനങ്ങളെല്ലാം തന്നെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു മേൽപ്പുരയാകുന്നതേ ഉള്ളൂ. ഈ മേൽപ്പുര അവിടെ ഉറച്ചു നിൽക്കണമെങ്കിൽ ഒരു അടിത്തറയും 4 ഉറപ്പുള്ള ഭിത്തികളും ഉണ്ടാവണം. ഈ അടിത്തറയും ഭിത്തികളും എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യത്തിൻ്റേതാണ്. ഈ ഭൗതിക ജീവിത സാഹചര്യത്തിൻ്റേതായ അടിത്തറയും ഭിത്തിയും എല്ലാം തന്നെ തുടർച്ചയായ ആക്രമണങ്ങൾ കൊണ്ട്, തുടർച്ചയായ ഭീഷണികൾ കൊണ്ട് തകർന്നു പോകുമോ എന്ന് ആശങ്കപ്പെടേണ്ടതായൊരു സാമൂഹിക സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഈ മേൽപ്പുരയെ മാത്രമായി നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ കഴിയുകയില്ല എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ ഉണരേണ്ടതുണ്ട്. ഈ മേൽപ്പുരയെ അവിടെ തനിച്ച്, അതായത് എഴുത്തിനെ അല്ലെങ്കിൽ കലാപ്രവർത്തനത്തിനെ മാത്രമായി സംരക്ഷിച്ച് നിർത്താൻ പറ്റില്ല. നമുക്കൊരു സാമൂഹ്യ ജീവിതമുണ്ടെങ്കിൽ ഈ ഭൗതിക ജീവിത സാഹചര്യത്തെ രൂപപ്പെടുത്തുന്ന സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസ്റ്റ് സങ്കല്പം, ഇതുപോലെയുള്ള ഈടുറ്റ മൂല്യങ്ങളുണ്ടെങ്കിൽ, ഈ മൂല്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടെങ്കിലേ എഴുത്ത് നിലനിൽക്കുകയുള്ളൂ. സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിൽ, ജനാധിപത്യത്തിൻ്റെ അഭാവത്തിൽ, മതനിരപേക്ഷതയുടെ അഭാവത്തിൽ എഴുത്ത് മാത്രമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാരൂപം മാത്രമായിട്ട് നമുക്ക് സംരക്ഷിച്ച് നിലനിർത്താൻ പറ്റില്ല. ഈ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ അപ്പാടെ തകർന്ന് തരിപ്പണമായി പോയി കഴിഞ്ഞാൽ പിന്നെ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമില്ല, ആർട്ടിസ്റ്റിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമില്ല. എൻ്റെ മനസ്സിൽ പല ചിത്രങ്ങളുണ്ടാവും, അത് വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടാവില്ല. എൻ്റെ മനസ്സിൽ പല കാര്യങ്ങളുണ്ടാവും, അത് പറയാനുള്ള, എഴുതാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടാവില്ല. അപ്പോൾ ഈ ഭൗതിക ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് എപ്പോഴും കൺസേൺഡായിരിക്കുക എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിലെ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നിർഭാഗ്യവശാൽ ആ വിധത്തിലുള്ള ഒരു ജാഗ്രത ഉണ്ടാവുന്നില്ല, വേണ്ട തോതിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ ജാഗ്രത ഉള്ളിൽ സൂക്ഷിക്കുകയും സദാ ഉണർന്നിരിക്കുന്ന, തുറന്നിരിക്കുന്ന ഒരു മനസ്സും കണ്ണും നിലനിർത്തുകയും ചെയ്യുന്ന എഴുത്തുകാരനാണ് ശ്രീ കെ പി രാമനുണ്ണി എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇതിൽ നേരത്തെ ലീന സൂചിപ്പിച്ച ലേഖനങ്ങൾ, അതേപോലെ ഇതിനകത്തുള്ള അഭിമുഖങ്ങൾ എല്ലാം തന്നെ. നമ്മുടെ ഈ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഏതൊക്കെ വിധത്തിലുള്ള ഭീഷണി നേരിടുന്നു, അതിനെ സംരക്ഷിച്ച് നിലനിർത്താൻ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് നടത്താനാവും, ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഉറക്കെ ചിന്തിക്കുന്നു. ഉറക്കെ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉറക്കെ ചിന്തിക്കുന്നത് കൊണ്ട്, ഇതൊക്കെ പുറത്ത് പറയുന്നത് കൊണ്ട്, ഇതൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് കൊണ്ട്, അഭിമുഖത്തിലൂടെ ലേഖനത്തിലൂടെയൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുന്നത് കൊണ്ട് തൻ്റെ എഴുത്തുകാരൻ എന്ന നിലയ്ക്കുള്ള സ്വീകാര്യതയ്ക്ക് എന്തെങ്കിലും ഒരു പരിമിതി ഉണ്ടായി പോകുമോ എന്ന ഒരു ആശങ്ക അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടാകുന്നുമില്ല. ഒരു വിധത്തിലുള്ള ഉത്കണ്ഠയും അദ്ദേഹത്തിന് ഉണ്ടാകുന്നുമില്ല. അദ്ദേഹത്തിന് അത്തരം ഒരു ഉത്കണ്ഠയും അലട്ടുന്നില്ല. മറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്താണോ അത് ധീരമായി തന്നെ പറയണമെന്നൊരു ധൈര്യം അദ്ദേഹത്തിനുണ്ടാകുന്നു. മലയാള ഭാഷയുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, മതനിരപേക്ഷതയുടെ കാര്യത്തിലായാലും ശരി, ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അതേപോലെ ഉത്തരാധുനികതയുടെ കാര്യത്തിലായാലും ശരി, എല്ലാം വളരെ വ്യക്തമായിട്ടുള്ള നിലപാട് തറയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എഴുത്തുകാരനായ ശ്രീ കെ പി രാമനുണ്ണി. ആ നിലപാട് തറയിൽ നിന്നുകൊണ്ട് തനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുക, അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥ ആണ് ഈ പുസ്തകത്തിൽ പ്രതിഫലിച്ച് നിൽക്കുന്നത്. നമ്മുടെ സമകാലിക ജീവിത സാഹചര്യങ്ങളെല്ലാം തന്നെ അത് വളരെ കൃത്യമായി അങ്ങനെ പ്രതിഫലിച്ച് നിൽക്കുന്നു എന്ന് പറയാം. അതിന് ഏറ്റവും പ്രാധാന്യപൂർവ്വം ചർച്ച ചെയ്യുന്നത് മതനിരപേക്ഷത നേരിടുന്ന ഭീഷണി തന്നെയാണ്. മതനിരപേക്ഷത നേരിടുന്ന ഭീഷണി എന്ന് പറയുമ്പോൾ അതിനെ ഒരു സവിശേഷ രീതിയിൽ ശ്രീ രാമനുണ്ണി അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ആത്മീയതയും വ്യാജ ആത്മീയതയും തമ്മിലുള്ള ഒരു വേർതിരിവ് എവിടെയാണ് എന്നുള്ളത് അദ്ദേഹം വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് ഈ പുസ്തകത്തിൽ. ആത്മീയത, അദ്ദേഹം ഒരു വിശ്വാസിയാണ്, അദ്ദേഹം ഒരു ദൈവവിശ്വാസിയാണ് എന്ന് പറയാം. ദൈവവിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വിശ്വാസം, വിശ്വാസികളുടേതായ വിശ്വാസം, അവരുടെ ഈ ആത്മീയത ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വ്യാജ ആത്മീയതയ്ക്ക്, കപട ആത്മീയതയ്ക്ക് വിധേയമായി കൂടാ എന്നൊരു നിഷ്കർഷയും അദ്ദേഹത്തിനുണ്ട്. സ്പിരിച്വാലിറ്റി ഒരു സ്പൂരിയസ് സ്പിരിച്വാലിറ്റി ആവുന്ന ഒരു കാലം, അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്.
ഇപ്പോൾ ബുദ്ധ മതം തന്നെ പറഞ്ഞത് അഹിംസ പരമോ ധർമ്മ എന്നാണ്. പരമമായ ധർമ്മം അഹിംസയാണ്. പക്ഷേ സോളമൻ ഭണ്ഡാരനായിയെ പോലെയുള്ള ഒരാളെ വെടിവെച്ച് കൊല്ലുന്നതിന് ബുദ്ധമതാനുയായിക്ക് ഈ അഹിംസ പരമോ ധർമ്മ എന്ന തത്വം ഒരിക്കലും ഒരു തടസ്സമാവുന്നില്ല എന്നാലോചിക്കണം. സർവ്വലോകവും നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ മനുഷ്യ നിനക്കെന്ത് എന്ന് ബൈബിൾ ചോദിക്കുന്നു. പക്ഷേ ഈ ആത്മാവ് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ പോലും സർവ്വലോകവും കീഴടക്കാനുള്ള ഭൗതിക ജീവിതത്തിൻ്റേതായ ഒരു വ്യഗ്രത നമ്മുടെ മനുഷ്യത്വത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നു. അങ്ങനെ ഒരു വിപര്യം ആത്മീയതയ്ക്കുണ്ടാവുന്നതിന് തടസ്സമാവുന്നില്ല ഈ ആത്മീയതയുടെ തത്വം എന്നുള്ള ഒരു നിലയുണ്ട്. അതേപോലെ ഓരോ മതവുമായി ചേർന്ന് നിൽക്കുമ്പോഴും ഇങ്ങനെ ആത്മീയത എങ്ങനെ ദുഷിച്ച് ഒരു വ്യാജ ആത്മീയതയിലേക്ക് പോകുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിരത്താൻ പറ്റും. ഇപ്പോൾ ലോകം കണ്ട നിഷ്ഠുരനായ ഫറവോനോട് പോലും സൗമ്യമായി സംസാരിക്കണമെന്നാണ് ഇസ്ലാമിക ആത്മീയത ഉത്ബോധിപ്പിച്ചത്. പക്ഷേ നമുക്ക് ആ സൗമ്യമായ വാക്കുകൾ പോലും ഇല്ലാതെയാവുന്നു. നൃശംസതയുടേതായ നിഷ്ഠുരതയുടേതായ വാക്കുകളും പ്രവൃത്തികളും അല്ലാതെ നമുക്കില്ല എന്ന് വരുന്നു. അത്തരമൊരു കാലഘട്ടത്തിൻ്റെ പൊള്ളിക്കുന്ന അടയാളപ്പെടുത്തലാണ് സത്യത്തിൽ ഈ പുസ്തകത്തിലുള്ളത്. നമ്മുടെ ആത്മീയതയെ എങ്ങനെ സംരക്ഷിക്കേണ്ടതുണ്ട്, നമ്മുടെ ഭക്തി, ആ ഭക്തി ഏത് അതിർവരമ്പിൽ വെച്ചാണ് ഒരു 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 ഭക്തി സംബന്ധിച്ച ഒരു അമിതമായ ആത്മാഭിമാനമോ മതാഭിമാനമോ ആയി മാറുന്നത്, അത് ഏത് രേഖയിൽ വെച്ചാണ് വർഗീയതയാകുന്നത്, അത് ഏത് രേഖയിൽ വെച്ചാണ് വീണ്ടും സഞ്ചരിച്ച് ഭീകരപ്രവർത്തനമാകുന്നത് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് തിളങ്ങി നിൽക്കുന്നൊരു പുസ്തകമാണിത്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തെ അതിൻ്റെ ദുഷിച്ചു പോകുന്ന സംസ്കൃതിയെ എങ്ങനെ ചികിത്സിച്ച് നേരെയാക്കാം എന്ന് ചിന്തിക്കുന്ന ഏതാണ്ട് ഒരു സാമൂഹിക ഭിഷങ്കുരൻ്റേതായ തരത്തിലുള്ള ഒരു ഇടപെടൽ ഈ കൃതിയിലുണ്ട് എന്നെനിക്ക് തോന്നുന്നത്. ഇത് ആത്മീയത ഒരു വശം. അതുപോലെ നിരവധിയായ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഇതിൽ അഭിമുഖങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. അതേപോലെ അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ലേഖനങ്ങളിലൂടെ അദ്ദേഹം ഓരോന്ന് എടുത്തു പറയുന്നുമുണ്ട്. ഇപ്പോൾ ഉത്തരാധുനികത വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഉത്തരാധുനികതയുടെ കാര്യത്തിൽ ഉത്തരാധുനികത ഒരു ലേറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ ആധുനിക മുതലാളിത്തത്തിൻ്റെ കലയിലെ സാഹിത്യത്തിലെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന രീതിയിലാണ് കടന്നു വന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ കടന്നു വന്ന ഈ ഉത്തരാധുനികത എങ്ങനെ ജീവിതത്തെയും മനുഷ്യനെയും സാഹിത്യത്തിൻ്റെ കലയുടെ സംസ്കാരത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് സത്യത്തിൽ. നമ്മുടെ സാഹിത്യരംഗത്താണ് ഈ ഉത്തരാധുനികതയൊക്കെ ആദ്യം കടന്നു വന്നത്. അത് ചലച്ചിത്ര രംഗത്താണ് ആദ്യം കടന്നു വന്നത്, പിന്നീടാണ് സാഹിത്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ കലാരംഗത്തേക്ക് ഈ പോസ്റ്റ് മോഡേണിസം ഉത്തരാധുനികത കടന്നു വന്ന സമയത്ത് ആ രംഗത്ത് ചലച്ചിത്രം അടക്കമുള്ള കലാരൂപങ്ങളുടെ രംഗത്ത് അത് ഏത് വിധത്തിലാണ് മാനിഫെസ്റ്റ് ചെയ്തത്, ഏത് വിധത്തിലാണ് അത് പ്രതിഫലിച്ചത് എന്ന് ആലോചിക്കണം. അപ്പോഴാണ് നമുക്ക് ജുറാസിക് പാർക്ക് പോലെ മമ്മി പോലെയുള്ള സിനിമകൾ ഉണ്ടായത്. അതുവരെ അന്ന കരീന പോലെ കുറ്റവും ശിക്ഷയും പോലെ ഷേക്സ്പിയർ കൃതികളുടെ വിവിധ വെർഷൻസ് പോലെയുള്ള ജീവിതഗന്ധിയായ മെഗാ നറേറ്റീവ്സ് സിനിമയായിക്കൊണ്ടിരുന്നിടത്താണ് മനുഷ്യൻ വേണ്ട, ജീവിതം വേണ്ട, മണ്ണ് വേണ്ട എന്ന് അഭിപ്രായപ്പെടുന്ന കേവലമായ ചില തോന്നലുകളെ മാത്രം ഉണർത്തിക്കൊണ്ട് കടന്നു പോകുന്ന ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ സ്ഥിരമായ രീതിയിൽ അവശേഷിപ്പിച്ചു വയ്ക്കാത്ത, ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉണർത്തിയെടുക്കാത്ത തരത്തിലുള്ള സ്പെക്ടാക്കുലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന, അതായത് ജീവിതത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിയാലിറ്റീസിനെ കറുപ്പും വെളുപ്പുമായ പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങളെയൊക്കെ വർണ്ണവിഭ്രമ കാഴ്ച കൊണ്ട് പകരം വയ്ക്കുന്ന ഒരു സംസ്കാരം ഉടലെടുത്തു വന്നത്. അപ്പോൾ എങ്ങനെ ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ജീവിതത്തെ കോണ്ടക്സ്ച്വലൈസ് ചെയ്ത് പ്രകരണത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ഏത് വിധത്തിലാണ് മനുഷ്യനെ ഒറ്റപ്പെടുത്തിയത് എന്നാലോചിക്കണം. മനുഷ്യനോ അവൻ്റെ ജീവിതമോ അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളോ ഒന്നും തന്നെ സാഹിത്യത്തിന് വിഷയമാവേണ്ടതില്ല. കേവലമായ തോന്നലുകളിൽ മാത്രം അഭിനമിച്ചാൽ മതി. മെഗാ നറേറ്റീവ്സുകളെയൊക്കെ ക്യാപ്സ്യൂൾ രചനകൾ കൊണ്ട് പകരം വയ്ക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് വരികയും കലയിൽ നിന്ന് സാഹിത്യത്തിൽ നിന്ന് മനുഷ്യൻ ബഹിഷ്കൃതനാവുകയും ചെയ്യുന്ന ഒരവസ്ഥ എങ്ങനെ ഉണ്ടായി, അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ് എന്നൊക്കെയുള്ള ചർച്ചകളിലേക്കും ചിന്തകളിലേക്കുമൊക്കെ ഒന്ന് മിഴിനീട്ടുന്ന വിധത്തിലുള്ള ഒരുപാട് അഭിമുഖ പരാമർശങ്ങളും ലേഖനത്തിലെ പരാമർശങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തെ നോക്കിക്കാണുന്നതിനുള്ള ഒരു പുതിയ കണ്ണട എന്ന് വിശേഷിപ്പിക്കാം ഈ ശ്രീരാമനുണ്ണിയുടെ ഈ കൃതിയെ. ഈ വിധത്തിലുള്ളൊരു കൃതിയുമായി ഇങ്ങനെ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സഹകരിക്കാൻ കഴിയുന്നു എന്നതിനുള്ള സന്തോഷം ഞാൻ വീണ്ടും
അറിയിക്കുകയാണ്. നമ്മുടെ വായനാ സമൂഹത്തിൽ നിന്ന് ഈ കൃതിക്ക് വളരെ വിപുലമായ സ്വീകാര്യതയുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ശ്രീ കെ പി രാമനുണ്ണിക്കും അദ്ദേഹത്തിൻ്റെ കൃതിക്കും എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് വിളിച്ചതിൽ ഉള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന വി എൻ മുരളി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനായ എ ജി വലീന, പ്രഭാവർമ്മ, ശ്രീ പ്രിയ സുഹൃത്ത് രാമനുണ്ണി, സദസ്സിൽ ഓണക്കൂർ സാർ, റഹീം, കെ എസ് രവികുമാറൊക്കെ ഉണ്ട്. പ്രിയ സ്നേഹിതരെ, ഒരു വിശ്വാസിയുടെ മതേതര ചിന്തകൾ, ആ ടൈറ്റിലെ ഒരു പ്രശ്ന സങ്കീർണമാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഇന്നത്തെ സമൂഹം വിശ്വാസി ഒരിക്കലും മതേതരവാദി ആകരുത് എന്നുള്ളതാണ്. കഴിയുമെങ്കിൽ ഒരു വർഗീയവാദിയാകാം, പക്ഷേ വിശ്വാസി ഒരിക്കലും മതേതരവാദി ആയിക്കൂടാ എന്നൊരു ധാരണ നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് ഈ പുസ്തകത്തിനൊരു ചിന്തയെ പ്രത്യേകം അഭിനന്ദിക്കുന്ന ഈ പുസ്തകത്തിനൊരു വലീന പറഞ്ഞ പോലെ ഒരു വർത്തമാനകാല പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ സമൂഹം കേരളത്തിൻ്റെ ഒരു മതേതര ചിന്ത വല്ലാതെ പോറലേൽക്കുന്ന ഒരു കാലമാണ്. ഒരു പിന്നടത്തത്തിൻ്റെ കാലത്താണ് ഈ പുസ്തകം പുറത്തു വരുന്നത്. കേരളത്തിൻ്റെ ഒരു ആന്തരിക മനസ്സ് വീണ്ടും വീണ്ടും പഴയ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്ന ഒരു സന്ദർഭത്തിലുമാണ് ഈ പുസ്തകം പുറത്തു വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. നേരത്തെ പ്രഭാവർമ്മയൊക്കെ പറഞ്ഞതുപോലെ അഭിമുഖങ്ങൾ വഴിയാണ്, അഭിമുഖങ്ങൾക്കൊരു ഒരു മാധ്യമ ശൈലിയുണ്ട്, പെട്ടെന്ന് നമ്മൾക്ക് വായിക്കാൻ തോന്നും. ഈ പുസ്തകത്തിലും സാബു കോട്ടുക്കൽ ഉൾപ്പെടെയുള്ള പ്രമുഖരാണത് അഭിമുഖം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. രാമനുണ്ണിയെ നമ്മളൊരു നോവലിസ്റ്റ് എന്നുള്ള നിലയിലാണ് എന്നും ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവല് സൂഫി പറഞ്ഞ കഥ, അത് പിന്നെ പ്രിയനന്ദനൻ സിനിമയാക്കിയൊക്കെ നമ്മൾ കാണുകയും ഒക്കെ ചെയ്തു. അതിലെല്ലാം ഉന്നയിക്കുന്ന നിരവധി ആശയങ്ങൾ നമ്മളിന്ന് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ആശയങ്ങളാണ്. എഴുത്തുകാരൻ തൻ്റെ ആന്തരികമായ ചിന്തകൾ എന്നുള്ള നിലയിലല്ല, സമൂഹത്തിൽ അദ്ദേഹം കാണുന്ന കാര്യങ്ങൾ, അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ, ആ അർത്ഥത്തിലാണ് രാമനുണ്ണിയുടെ എല്ലാ പുസ്തകങ്ങളും, ഒന്നല്ല എല്ലാ പുസ്തകങ്ങളും വരുന്നത്. അതിന് നിരവധി അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് അറിയാം. ഒരു സർഗധനനായ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ രാമനുണ്ണിയെയും നമുക്ക് ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിലേറ്റവും പ്രധാനമായിട്ട് ശ്രീ രാമനുണ്ണി എടുത്തിരിക്കുന്നത് പണ്ട് ആശാൻ പറഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി അന്യജീവന് ഉതകി സ്വജീവിതം ധന്യമാക്കുന്ന ഒരു സമീപനത്തെക്കുറിച്ചാണ്. തനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. സംസ്കാരത്തിൻ്റെ പുതിയ നിർവചനം തന്നെ മറ്റുള്ളവരെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ചിന്തയാണ് സംസ്കാരം. ശ്രീ രാമനുണ്ണി അത്തരത്തിലൊരു ചിന്തയിൽ, ഒരു നിഗമനത്തിൽ നിന്നുകൊണ്ടാണ് ഇതിലെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. പരക്ലേശം എന്ന ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പരക്ലേശം മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ നല്ല ഒരു എഴുത്തുകാരനാകൂ എന്ന് ഈ ഇൻ്റർവ്യൂവിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് എഴുത്തിന് രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ്. എഴുത്ത് നിഷ്പക്ഷമല്ല. നമ്മുടെ പുതിയ എഴുത്തുകാർ പലരും നിഷ്പക്ഷരാണ് എന്ന് മേനി നടിക്കുന്നവരാണ്. പക്ഷേ രാമനുണ്ണി പറയുന്നത് ഞാൻ നിഷ്പക്ഷനല്ല,
ഞാൻ നിസ്വവർഗത്തിൻ്റെ ദരിദ്രവർഗത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുകയും അത് എഴുതുകയും ചെയ്യുന്ന ആളാണ്. ഈ ഇൻ്റർവ്യൂവിൽ ഒരു പ്രധാനപ്പെട്ട മേഖല സാംസ്കാരിക ദേശീയതയെക്കുറിച്ച് നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ കൾച്ചറൽ നാഷണലിസം. അതേക്കുറിച്ച് രാമനുണ്ണി പറയുന്നത് അത് വളരെ പ്രതിലോമകരമാണ്, മതേതര വിരുദ്ധമാണ്, ബഹുസ്വരതകളെ ഇല്ലാതാക്കുന്നതാണ്, ഒരിക്കലും സാംസ്കാരിക ദേശീയത അടിച്ചേൽപ്പിക്കരുത് എന്നാണ്. എന്നാൽ നമ്മളിന്ന് ഇന്ത്യയിൽ എടുത്തു നോക്കുക, കേരളത്തിൽ ഉൾപ്പെടെ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത് അപകടകരമല്ലാത്ത ഒന്നാണെന്നാണ്. ഒരു രണ്ട് വാക്കുകളേ ഉള്ളല്ലോ, സംസ്കാരം, ദേശീയത. അതിനെന്താ അപകടം? പക്ഷെ സൂക്ഷ്മാർത്ഥത്തിൽ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ ഒരു രാജ്യം അതിർത്തികളെ വെച്ചുകൊണ്ടോ അല്ല ആ രാജ്യത്തെ നമ്മൾ കാണേണ്ടത് ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയാണ്. ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ സംസ്കാരം ഏതോ അതാണ് രാജ്യം. ഇത് വളരെ അപകടകരമായ ഒരു ചിന്തയാണ്. ഒരു തുറന്നു പറഞ്ഞാൽ ഒരു ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഈ സാംസ്കാരിക ദേശീയത വരുന്നത്. അതുകൊണ്ട് രാമനുണ്ണി പറയുന്നത് വളരെ അപകടകരമായ ഈ ചിന്തയ്ക്കെതിരെ നമ്മൾ പൊരുതണം. നമുക്ക് ആവശ്യം കൾച്ചറൽ നാഷണലിസം അല്ല, മറിച്ച് നാഷണൽ കൾച്ചറാണ്. ഒരു നേഷൻ, ഒരു രാജ്യം, ആ രാജ്യത്തിനകത്ത് വിവിധ സംസ്ഥാനങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ, ഭാഷകൾ, മതങ്ങൾ, ഒരു ഫെഡറൽ കൾച്ചർ. ഈ ഫെഡറൽ കൾച്ചറാണ് ഈ നാഷണൽ കൾച്ചറായിട്ട് രാമനുണ്ണിയും പൊതുവെ എല്ലാ ചിന്തകരും പറയുന്നത്. അതിനു വേണ്ടി നിലകൊള്ളണം, സാംസ്കാരിക ദേശീയതയ്ക്ക് വേണ്ടിയല്ല. അപ്പോൾ ഇതൊരു ഉറച്ച നിലപാടാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. വേറൊന്ന് എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയത്, രോഗാതുരമായ കാലമാണ് തന്നെ എഴുത്തുകാരനാക്കിയത് എന്ന് പറയുന്നുണ്ട്. മെഡിസിന് പഠിക്കാൻ പോയ ആളാണ്, മെഡിസിന് പഠിക്കാൻ പോയ ആളാണ്. ഒരു ഡോക്ടറുടെ നിരീക്ഷണങ്ങളിലും പരീക്ഷണങ്ങളിലുമാണ് സമൂഹത്തിൻ്റെ രോഗം, ആ രോഗം മാറ്റിയെടുക്കാൻ വേണ്ടി ആണ് ഞാൻ എഴുതുന്നത് എന്ന് തുറന്നു പറയുന്നതും. പിന്നെ ഇതിനെക്കുറിച്ച് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ സമയക്കുറവ് കൊണ്ട് പോകുന്നില്ല. ഒന്ന്, അദ്ദേഹം പറയുന്ന ശാസ്ത്രാഭിമുഖ്യം. ഒരു വിശ്വാസി ആയിരിക്കെ തന്നെ ശാസ്ത്രത്തിന് വേണ്ടിയും അതിന് അദ്ദേഹം പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ശാസ്ത്രം ഹിംസയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇസ്രായേലിൻ്റെയും പാലസ്തീൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അവിടെ ഇസ്രായേലിലെ ഒരു മന്ത്രി പറഞ്ഞത് അണുബോംബ് ഉപയോഗിച്ചാൽ എന്താണ്, നമുക്കങ്ങ് ഉപയോഗിച്ചുകൂടെ എന്നാണ്. അതിന് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്നവരും അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ശാസ്ത്രത്തെ ഈ തരത്തിൽ അപകടകരമായി ഉപയോഗിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ശാസ്ത്രത്തെ തള്ളിപ്പറയരുത് എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പ്രയോഗിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ ശാസ്ത്രത്തെ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും മേഖലയിൽ കൊണ്ട് തളച്ചിടരുത്. ഇങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല. നേരത്തെ പ്രഭാവം പറഞ്ഞ പോലെ സ്വന്തം നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് പ്രഭാവർമ്മ ഈ ഇൻ്റർവ്യൂ എല്ലാം നടത്തിയിട്ടുള്ളത്. സാധാരണ ഈ ഇൻ്റർവ്യൂ സമാഹരിച്ച് വരുമ്പോൾ ചിന്ത അത് ചെയ്തത് വളരെയധികം ഈ കാലഘട്ടത്തിന് പ്രയോജനം ചെയ്യുന്ന ഒന്നായിട്ടാണ് ഇത് വായിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുന്നത്. കാരണം ഇന്ന് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്ന അപകടകരമായ ഒരു വർഗീയവൽക്കരണത്തിൻ്റെ, ഒരു പിന്നടത്തത്തിൻ്റെ കാലഘട്ടത്തിൽ അതല്ല ശരി, നമ്മളതിനെ നേരിടേണ്ടതുണ്ട് എന്ന് സധൈര്യം ഈ കൃതി നമ്മളോട് പറയുന്നുണ്ട്. ശ്രീ രാമനുണ്ണിക്കും ചിന്തയ്ക്കും അഭിവാദ്യങ്ങൾ. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ KP രാമനുണ്ണിയാണ്. ചിന്ത പബ്ലിഷേഴ്സിൻ്റെ സുവർണ ജൂബിലി പുസ്തക പരമ്പരയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകമാണ് ഒരു വിശ്വാസിയുടെ മതേതര ചിന്തകൾ എന്നുള്ള പ്രാധാന്യം കൂടെ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. മറുവാക്കിനായി KP രാമനുണ്ണി മാഷിനെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന പ്രിയങ്കരിയായ ഒലീന,
പുസ്തക പ്രകാശനം നടത്തിയ ബഹുമാന്യനും പ്രിയങ്കരനുമായ കവി പ്രഭാവർമ്മ, പുസ്തകം ഏറ്റുവാങ്ങിയ ബഹുമാന്യനായ ചിന്തകൻ മുരളി മാഷ്, സദസ്സിലുള്ള ഓണക്കൂർ മാഷ്, സോമൻ മാഷ്, പ്രിയ സുഹൃത്ത് KS ശിവകുമാർ, ഗീത, സുഹൃത്തുക്കളെ, എൻ്റെ എഴുത്തിനെയും എൻ്റെ നിലപാടുകളിനെയും സ്നേഹിക്കുകയും ഉറച്ച് എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പുസ്തക പ്രകാശനത്തിൽ കണ്ടത്. കാരണം ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്ന 3 പേരും, പ്രഭാവർമ്മയാണെങ്കിലും മൊലീനയാണെങ്കിലും മുരളി മാഷാണെങ്കിലും, ഇവിടെ നടക്കുന്ന കേരളീയം പരിപാടികളുടെ തിരക്കുകളിലാണ്. ഓരോ കാര്യങ്ങളായിട്ട് പ്രഭാവർമ്മ പല കാര്യങ്ങളിലും ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ ഇത്ര സൂക്ഷ്മതയോടുകൂടി പുസ്തകത്തിൽ കൂടെ കടന്നു പോകാനും എൻ്റെ നിലപാടുകളെക്കുറിച്ച് വളരെ കൃത്യമായി പറയാനും സമയം കണ്ടെത്തി എന്നുള്ളത് എന്നെ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് സൗഹൃദം, സ്നേഹം, നിലപാടുകളോടുള്ള അടുപ്പം എന്നൊക്കെ പറഞ്ഞാൽ പ്രയോജനത്തിൻ്റെ ഒരു പരിധിയിൽ മാത്രം കറങ്ങുന്ന കാര്യങ്ങളാണ്. അതിന്ന് വിട്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് പ്രഭാവർമ്മ വെറുതെ ഒരു വഴിപാട് കഴിക്കുന്ന പോലെ പ്രകാശനം ചെയ്യല്ല ചെയ്തത്. ഈ പുസ്തകത്തിൻ്റെ ആത്മാവ് എന്തെന്ന് തൊട്ടറിഞ്ഞുകൊണ്ട് അതിനോട് വലിയൊരു സമർപ്പണത്തോടു കൂടി എൻ്റെ നിലപാടുകളെ കൃത്യമായി ഇഴപിരിച്ചുകൊണ്ട് സംസാരിച്ചു എന്നത് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു. ഒലീനയും അതുപോലെ തന്നെ എൻ്റെ ഇതുവരെയുള്ള സാഹിത്യ സംഭാവനകളെയെല്ലാം സ്പർശിച്ചുകൊണ്ട് ഒരു എഴുത്തുകാരൻ്റെ നിലപാടുകളുടെ ഒരു തുടർച്ച ഇതിൽ കാണുന്നു എന്നതിനെപ്പറ്റി പറഞ്ഞു. മുരളി മാഷാണെങ്കിലും കുറിപ്പൊക്കെ ആയിട്ടാണ് വന്നിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പലപ്പോഴും മലബാറുകാരുടെ ഒരു ചിന്ത ഉണ്ട്, മലബാറുകാരാണ് ഭയങ്കര സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെയൊക്കെ പിന്നെ ആൾ കണ്ട രൂപങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ തിരിച്ചായിക്കൊണ്ടിരിക്കുകയാണോ, ഇത് പ്രാദേശികത പറയുകയല്ല. പിന്നെ എനിക്ക് പലപ്പോഴും കൂടുതൽ സ്നേഹം കിട്ടാറുള്ളത് തെക്കുന്നാണെന്നുള്ള വസ്തുതയും കൂടി ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുക. എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ CV യോടുള്ളൊരു ഭ്രാന്ത് കൊണ്ടായിരിക്കാം. CV ആണ് എന്നെ എഴുത്തിലേക്ക് കൊണ്ടുവന്ന എഴുത്തുകാരൻ. ആ CV യോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം പലപ്പോഴും തെക്കൻ ദേശങ്ങളിൽ നിന്ന് മലബാറിൽ നിന്ന് സ്നേഹം കിട്ടില്ല എന്നുള്ള നിലയ്ക്ക് പറയല്ല. ചില താരതമ്യങ്ങൾ എപ്പോഴും നാം മലബാറുകാരനായിരിക്കുമ്പോൾ മലബാറിനെയാണല്ലോ ഞാൻ വിമർശനത്തോടു കൂടി കണ്ടത്. ഇവ കാര്യങ്ങളൊക്കെ എന്നെ വളരെയധികം ആനന്ദിപ്പിച്ചിട്ടുണ്ട്. 5 മിനിറ്റേ ബാക്കിയുള്ളൂ തോന്നുന്നു. കഴിഞ്ഞു അല്ലേ? എന്നാൽ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. ഈ പുസ്തകം പിന്നെ എൻ്റെ ചില നിലപാടുകളുടെ മുന്നോട്ട് വയ്ക്കലാണ്. മതത്തിൻ്റെ വിപ്ലവകരവും പുരോഗമനപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം വർഗീയതയെ തടുക്കുവാൻ. യാന്ത്രിക ഭൗതികവാദം എന്ന് പറഞ്ഞാൽ മാർക്സിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. അപ്പോൾ യാന്ത്രികമായിട്ടുള്ള ഭൗതികവാദവും യുക്തിവാദവും അല്ല, മനുഷ്യനൊരു റാഷണൽ എനിമൽ അല്ല, വികാരവും വിചാരവുമുള്ള ഒരു ലോകത്തിൽ കൂടെ ആത്മീയതയുടെ മണ്ഡലത്തിൽ കൂടെ ഒക്കെയാണ് നമുക്ക് മതവിശ്വാസത്തിൻ്റെ പൊരുളിലേക്ക് എത്താൻ സാധിക്കുക. ആ ഒരു കാഴ്ചപ്പാടുകളാണ് എനിക്കിവിടെ പറയാനുള്ളത്. എൻ്റെ സമയം വർദ്ധിച്ച് അത് അതിക്രമിച്ച് കഴിഞ്ഞിട്ട് കൊണ്ട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ഈ പുസ്തകം ചിന്ത പബ്ലിക്കേഷൻസ് വളരെ ആത്മാർത്ഥതയോടുകൂടി രാധാകൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർ പുറത്തു കൊണ്ടുവന്നു എന്നുള്ളത് എന്നെ ആനന്ദിപ്പിക്കുന്നു. ഈ പുസ്തകം വായനക്കാർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പുസ്തക പ്രകാശന ചടങ്ങുകൾ അവസാനിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുന്നു.